ഹലോ, ഇങ്ങ് വന്നൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഒരു 5 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ വിരിഞ്ഞ ലോറിക്കീറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരാൾ 5 ദിവസം പ്രായം, ഒരാൾ 3 ദിവസം പ്രായം, ഒരാൾ 1 ദിവസം പ്രായം. നല്ല നെല്ലിക്ക വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. നോക്ക്, അവന് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ മാത്രം ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എടാ അവിടെ ഒന്ന് ഇരിയടാ. അങ്ങനെ അവന് പ്രഭ തീറ്റയൊക്കെ കൊടുത്തതാണ്ട് അപ്പുറം മാറ്റി ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യം പറയാം. ഇതാണ്ട് ഇവിടെ തന്നെ വിരിഞ്ഞ് വേറെ ഇതിന് മുന്നേ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതാ ഇവന്മാർ ഉണ്ടോ. ഒരാൾ ഇച്ചിരി പപ്പും തൂലും ഒക്കെ വന്നു, ഒരാൾ ഇത്ര വന്നിട്ടേ ഉള്ളുണ്ട്. തക്കട മണികൾ. ഇവന്മാരെ ഞാൻ ചെറുതിലേ തൊട്ടെടുത്ത് വളർത്തിയത്. ഏതാണ്ട് ഈ പ്രായം തൊട്ട് ഞാൻ ഇവന്മാരെയും അതുപോലെ തന്നെ വളർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ ലോറിക്കീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ ഓസ്ട്രേലിയയിലും അതിൻ്റെ സമീപത്തുള്ള ദ്വീപുകളിലും ഒക്കെ കൂട്ടങ്ങളായിട്ട് കാണപ്പെടുന്ന, അതായത് കൂട്ടങ്ങളായിട്ട് വളരുന്ന ഒരുതരം കിളികളാണ് കേട്ടോ. അപ്പം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാക്കൊരുമാതിരി ബ്രഷ് പോലെ ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ പൂമ്പൊടികളും തേനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പം നമ്മളൊക്കെ ഇവിടെ വീടുകളിൽ വളർത്തുമ്പോൾ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് അറിയാവോ? ഇവർക്കുള്ള ഒരു ഫുഡ് നമുക്ക് വാങ്ങാൻ കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ കലക്കി, ഒരു ഇളം ചൂടുവെള്ളത്തിൽ കേട്ടോ, കലക്കിയിട്ട് നമ്മൾ ഇവർക്ക് രാവിലെ ഫീഡ് ചെയ്യും. ഉച്ച കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വാട്ടർ മെലനും മസ്ക് മെലനും അതുപോലെ നമ്മുടെ പപ്പായയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഡയറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വേറെ സീഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്കത് ദഹിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഭയങ്കര അടിപൊളി കമ്പനിയാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങൾ, ഈ ലോറി എന്ന് പറയുന്ന ഒരു ഇനം കിളികൾ. അപ്പം നമ്മൾ വീടുകളിലൊക്കെ നമുക്കൊരു കിളിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ലോറിയൊക്കെ വാങ്ങി വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അടിപൊളി കമ്പനിയാണ് കേട്ടോ. ഒരു ഭയങ്കര പ്ലേഫുള്ളാണ്. എന്തെങ്കിലും ഒരു കളിക്കാനൊരു ടോയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോഴും 24 മണിക്കൂറും കളിച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് ഇരുന്നോളും. ഭയങ്കര കൂട്ടാണ് നമ്മളുമായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ലോറിക്കീറ്റ്സിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങി വളർത്തുക കേട്ടോ. ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതല്ല കേട്ടോ. ഇന്നത്തെ കിളിവിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.